Hi friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫോണ്ടന്റിന്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 2 ചേരുവ വെച്ചിട്ടുള്ള ഒരു ഫോണ്ടന്റ് ആണിത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫോണ്ടന്റ് റെഡി ആക്കിയിട്ടുള്ളത്. വളരെ ഈസിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഫോണ്ടന്റ് ഞാൻ മറ്റൊരു രീതിയിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ മാഷ്മല്ലോ എല്ലായിടത്തും തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ മാഷ്മല്ലോയുടെ റെസിപ്പി ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഒന്ന് ഐസിങ് ഷുഗർ റെഡിയാക്കി എടുക്കുന്നുണ്ട്. 1 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ചെറിയ തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ട് ഞാൻ ഒന്നിച്ചിട്ടിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇതിനെ ഒരു 2-3 തവണ ഒന്ന് അരിച്ചിട്ടെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഐസിങ് ഷുഗർ റെഡിയാക്കി എടുക്കുന്നത്. ഇതേപോലെ ഞാൻ കുറച്ചുകൂടി എടുത്ത് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കപ്പിന് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറോട് ചേർത്തിട്ട് പൊടിച്ചെടുക്കുക. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുക. അപ്പോൾ ഇത് അരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3 തവണ അരിച്ചെടുക്കണം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഫോണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് മാഷ്മല്ലോ മെൽറ്റ് ആക്കുന്ന ആ ബൗൾ ഏതാണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് ബട്ടർ അല്ലെങ്കിൽ വെജിറ്റബിൾ ഷോർട്ടനിങ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതുണ്ടെങ്കിൽ അത് തേച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. എല്ലായിടത്തും ഇപ്പോൾ വെജിറ്റബിൾ ഷോർട്ടനിങ് കിട്ടണമെന്നില്ല. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ സ്പാച്ചില കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഗ്രാം അളവിലൂടെ പറഞ്ഞു തരാം. ഗ്രാം അളവിൽ ഒരു 80 ഗ്രാമോളം മാഷ്മല്ലോ എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ 80 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഒരു കേക്ക് ഫുള്ളായിട്ടും കവർ ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയാക്കിയിട്ട് എടുത്താൽ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം നല്ലപോലെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളയ്ക്കുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് മാഷ്മല്ലോ എടുത്തിട്ടുള്ള ബോൾ താത്ത് വയ്ക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഈ മാഷ്മല്ലോ ഒക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങും. ഈ ബോളിൽ അടിഭാഗത്ത് ആ ചൂട് തട്ടിയിട്ട് ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് മൈക്രോവേവിൽ വെച്ചിട്ട് മെൽറ്റാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 4-5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. കട്ടയില്ലാതെ തന്നെ ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് സ്റ്റിക്കിയാണ് മാഷ്മല്ലോ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ബട്ടറൊക്കെ ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുവിധം ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നല്ല ചൂടോടെയാണുള്ളത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റാം. ഇനി ഇതിലേക്ക് ഐസിങ് ഷുഗറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഐസിങ് ഷുഗറിൽ നിന്ന് 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 170 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കട്ടയുണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട്. മൊത്തത്തിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കണ്ട. ഒരു 1/4 കപ്പിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഐസിങ് ഷുഗർ ആയതുകൊണ്ട് എല്ലായിടത്തേക്കും തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് ബട്ടർ നന്നായിട്ടൊന്ന് കയ്യിലെല്ലാം സ്പ്രെഡാക്കിയിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് കുഴച്ചെടുത്താൽ മതി. 4-5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ലതുപോലെ കുഴച്ചിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മളിത് ആദ്യം ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകുന്ന പോലെ തോന്നും. അത് പിന്നീട് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഇത് ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് കുറച്ചൊന്നായിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പം പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഐസിങ് ഷുഗർ വേണമെങ്കിൽ ചേർത്തിട്ട് ഇതേപോലെ ആക്കിയെടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ നമുക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കുറഞ്ഞ ഒരു അളവിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു കുറച്ച് 1 കിലോ ഗ്രാം വരുന്ന കേക്കിലേക്കൊക്കെ കവർ ചെയ്യാനായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു
170-200 ഗ്രാമോളം മാഷ്മെല്ലോ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റാപ്പിലോ അല്ലെങ്കിൽ ഒരു സിപ്പ് ലോക്ക് ബാഗിലോ ഏതിലേലും നന്നായിട്ട് തന്നെ കവർ ചെയ്ത് വെക്കണം. ഒട്ടും എയർ കടക്കാതെ നന്നായിട്ട് തന്നെ കവർ ചെയ്യുക. ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യം ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഒന്ന് ചുറ്റിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക്, നല്ല അടപ്പുള്ള പാത്രത്തിലേക്ക് അടച്ചു വെക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. പിന്നെ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കേക്കിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുമ്പേ ഇത് ചെയ്തിട്ട് പുറത്തേക്ക് തന്നെ വെച്ചാൽ മതി. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ കേക്കിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് കൗണ്ടർ ടോപ്പിൽ തന്നെ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിലും പുറത്ത് തന്നെ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ചിലപ്പോൾ ഇത് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്, ചീത്തയാവാറൊന്നുമില്ല. ഒരു 6 മാസം വരെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. പുറത്ത് വെച്ചാലും ഒരു 1-2 മാസത്തോളം കേടാകാതെ തന്നെ ഇരിക്കും. അപ്പോൾ ഇത് ഞാൻ പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് വെച്ചതിനെക്കാട്ടും കുറച്ചും കൂടെ നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് പരത്തിയിട്ട് ഇപ്പോൾ ഏതെങ്കിലും കേക്കിലേക്ക് വെക്കാനോ അല്ലെങ്കിൽ ഷേപ്സ് ഉണ്ടാക്കാനോ എന്തിനായാലും നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ജെൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ലിക്വിഡ് കളർ ചേർക്കരുത്, ജെൽ കളർ തന്നെ ചേർക്കണം. അപ്പോൾ കുറച്ച് കോൺഫ്ലോറോ അല്ലെങ്കിൽ ഐസിങ് ഷുഗറോ ഇങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി എടുത്തിട്ട് നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കുക. ഇതേപോലെ 1 ഡ്രോപ്പോ അല്ലെങ്കിൽ 2 ഡ്രോപ്പോ കളർ എടുക്കുക. എന്നിട്ട് ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കളറാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് പരത്തിയിട്ട് പൊട്ടിപ്പോകത്തൊന്നുമില്ല. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചും കൂടെ ഒന്ന് സ്റ്റേബിളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ടൈലോസ് പൗഡർ വേണമെങ്കിൽ ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്